ഓണമൊക്കെ ആയത് കാരണം ഈ ആഴ്ചത്തെ പുതിയ സിനിമകളൊക്കെ കാണാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. പക്ഷെ ആദ്യം കണ്ടത് മദ്രാസി തന്നെയാണ്. AR മുരുകദോസിന്റെ കഴിഞ്ഞ കുറച്ച് സിനിമ എടുക്കുകയാണ്, നമ്മളിപ്പം സർക്കാർ എടുത്താലും ദർബാർ എടുത്താലും സിക്കന്ദർ എടുത്താലും എല്ലാം ഫ്ലോപ്പ് ആയിരുന്നു. അതേസമയം വളരെ നെഗറ്റീവ് റിവ്യൂസ് കിട്ടിയ സിനിമകളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ലൂസിങ് സ്ട്രീക്കിൽ നിന്ന് ഈ ഒരു സിനിമയ്ക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാരണം ശിവകാർത്തികേയന് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സിനിമ വളരെ വലിയൊരു വിജയമായിരുന്നു. അപ്പൊ അങ്ങനെ ഒന്നാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്. സോ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സിനിമ പ്രതീക്ഷിച്ചതിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ഞാൻ അത്യാവശ്യം നല്ല ഡിസപ്പോയിന്റഡ് ആയിരുന്നു. കാരണം ഈ സിനിമ ഇറങ്ങി 1-2 ദിവസം കഴിഞ്ഞാണ് കണ്ടത്. ഞാൻ റിവ്യൂസ് ഒന്നും കണ്ടില്ല, ഒന്നും കാണാതെ വെയിറ്റ് ചെയ്ത് പോയി കണ്ടതാണ്. ഈ സിനിമയുടെ ബേസിക് സ്റ്റോറി ലൈൻ എന്താന്ന് വെച്ചാൽ, തമിഴ്നാട്ടിലേക്ക് കുറെ ഗൺസ് സ്മഗിൾ ചെയ്ത് വരുന്നു, അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവിടെ ഒരു ഗൺ കൾച്ചർ സ്പ്രെഡ് ആവാതെ നോക്കാൻ വേണ്ടി NIA അവിടെ ട്രൈ ചെയ്യാണ്. സോ അറ്റ് ദ സെയിം ടൈം നമ്മുടെ നായകൻ ശിവാർത്തിയന്റെ ക്യാരക്ടർ വരുന്നു, വെറും ഒരു സിവിലിയനാണ്. പുള്ളിക്ക് കുറച്ച് മെന്റൽ ഇഷ്യൂസും അങ്ങനത്തെ ട്രബിളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം അതിന്റെ കൂടെ തന്നെ പുള്ളി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ്. സോ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ ഒരു എന്താ പറയാ, ഷുവറായിട്ട് മരിക്കും എന്നുറപ്പുള്ള ഒരു മിഷനിലേക്ക് NIA ഒരു സാഹചര്യത്തിൽ പുള്ളി അസൈൻ ചെയ്യുന്നു. ഇതിന്റെ ലോജിക്കും കാര്യങ്ങളും ഒന്നും ചിന്തിക്കേണ്ട, ആ രീതിയിൽ അങ്ങ് പോവുക. അങ്ങനെ നമ്മുടെ നായകൻ ഈ പറയുന്ന ഈ ഗൺ കൾച്ചർ വളരാതിരിക്കാൻ അതിന്റെ ബേസ് റൂട്ടായ ഈ പറയുന്ന വിദ്യുത് ജമാലിന്റെ ടീമിനെയൊക്കെ പോകുന്നു. അവരെങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ് ഈ സിനിമ പോകുന്നത്. സോ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മളിപ്പോ ഈ ക്യാരക്ടറൈസേഷൻ, ഈ നമ്മുടെ നായകൻ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്, ആ ഒരു ചെറിയ ലവ് സ്റ്റോറി ഒക്കെ കാണിച്ച്, ലവ് സ്റ്റോറി തുടക്കമൊക്കെ രസം ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ലോജിക്കൊക്കെ അടിച്ചു പോയി ഒരു വൃത്തികെട്ട ടോക്സിക് ലവ് സ്റ്റോറിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകുന്ന ഒരു കഥയാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ലവ് സ്റ്റോറി ഇങ്ങനെ കാണിച്ച് അവരൊരു ഇമോഷണൽ കണക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണെങ്കിൽ നമുക്കത് ബോറടിച്ചു തുടങ്ങും. ആകെ അല്ല, ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ആക്ഷൻ സീക്വൻസ് അല്ല വളരെ കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശിവകാർത്തികൻ ഇട്ട എഫേർട്ട് ആണെങ്കിൽ പോലും വേറെ ലെവലായിരുന്നു. പുള്ളിയുടെ ഏറ്റവും നല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ള സിനിമ ഇതെന്ന് തന്നെ പറയാം. കാരണം അപ്പുറത്തേക്കുന്ന വിദ്യുത് ജമാലാണ്, പുള്ളിക്ക് ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. ഇതിനകത്ത് വിദ്യുത് ജമാലിന്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ വേറെ ലെവലാണ്. അപ്പൊ പുള്ളിക്ക് എന്ത് കൊടുത്താലും ആക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതിന്റെ മ്യൂസിക് എടുക്കുകയാണെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ആ ഇൻട്രോ സോങ് കൊള്ളാം. അതിനുശേഷമുള്ള പാട്ടുകൾ ഓർമ്മയില്ല, പക്ഷെ BGM വൈസ് അനിരുദ്ധ് എപ്പോഴുള്ള പോലെ തന്നെ തകർത്തിട്ടുണ്ട്, എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് വിദ്യുത് ജമാലിന് ഒരു കിട്ടിലും ഐറ്റം ഇട്ടിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. സെക്കൻഡ് ഹാഫിൽ ഒരു 5 മിനിറ്റ് ഉണ്ട് വിദ്യുത് ജമാലിന്റെ ഒരു കംബാക്ക് സീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം. ഒരു രക്ഷയില്ല. ആ സീൻ കാണാൻ വേണ്ടി മാത്രം ഇത് വേർത്തെന്ന് വേണമെങ്കിൽ പറയാം. അത് കാണാനുണ്ട്, തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണണം. ഭയങ്കര കിടിലമായിരുന്നു. ഇപ്പോഴും ഈ മൂവി ഇൻഡസ്ട്രിയിൽ വിദ്യുത് ജമാലിന്റെ ഫുൾ പൊട്ടൻഷ്യൽ ആരും യൂസ് ചെയ്തിട്ടില്ല. അത്ര കിടിലൻ സീക്വൻസ് ആയിരുന്നു, അങ്ങിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ ആണെങ്കിൽ പോലും ഇവര് തമ്മിലുള്ളത്, ഇപ്പം ശിവകാർത്തികനും വിദ്യുത് ജമാലും തമ്മിലുള്ള ഫൈറ്റ് കാണാൻ നല്ല രസമാണ്. വില്ലനും ഹീറോയും കട്ടയ്ക്ക് നിൽക്കുന്നു, ഇടിച്ചു നിൽക്കുന്നു, അത് ഭയങ്കര രസം. പക്ഷെ പ്രോബ്ലം ഇപ്പോഴും ശിവകാർത്തികൻ ആ ലെവൽ അല്ലെങ്കിൽ ഒരു വിദ്യുത് ജമാലിനെയൊക്കെ എന്താ പറയുന്ന ഓപ്പോസിഷൻ ആയിട്ട് നിന്ന് ഇടിക്കാനുള്ള ഒരു കാലിബർ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ല. ശിവകാർത്തികൻ മാക്സിമം അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിയുടെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല പെർഫോമൻസ് ഈ സിനിമയിലായിരിക്കും. പക്ഷെ ഓവറോൾ നമ്മൾ ഈ സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ആവറേജ് ഫീലിംഗ് ആണ് കിട്ടിയത്. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ മുരുകദോസിന്റെ സ്പൈഡറിന് ശേഷമുള്ള ഏറ്റവും ബെസ്റ്റ് മൂവി ഇത് തന്നെ ആയിരിക്കും. പക്ഷെ പഴയ നമ്മുടെ കത്തി, തുപ്പാക്കി അല്ലെങ്കിൽ അതിനു മുന്നുള്ള ഗജനി അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ അടുപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം ഓക്കെ എന്നുള്ള രീതിയിൽ ഒരു വൺ ടൈം വാച്ച്. നല്ല ആക്ഷൻ സീക്വൻസ് എടുത്ത് പറഞ്ഞാൽ പറ്റും. ആക്ഷൻ സീക്വൻസിന് വേണ്ടി മാത്രം നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാം. കഥയൊക്കെ സ്ഥിരം ബോംബ് കഥ, അല്ലെങ്കിൽ ഗ്രിപ്പിംഗ് അല്ല ഒട്ടും നമുക്ക് ആ ഒരു രീതിയിൽ. അപ്പം എന്തായാലും അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ്.